ഈ നടൻ മിസ്റ്റർ ബാബുരാജ്, ഈ വ്യക്തി നമ്മൾ എന്താ പറയാ, പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നെ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ്. അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും, ഒന്നും എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല. അങ്ങനെ എനിക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്നെ പിറ്റേ ദിവസമാണ് അവിടുന്ന് വിടുന്നത്. അന്ന് അതെനിക്കിപ്പോ പറയുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം. നടൻ ബാബുരാജ് മാത്രമല്ല, ഒടിയൻ സിനിമയുടെ ഡയറക്ടർ മിസ്റ്റർ ശ്രീകുമാർ, അയാള് പല പരസ്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഒക്കെ പരസ്യങ്ങളിൽ എന്നെ അഭിനയിപ്പിക്കാം, അതിലൊന്നും പ്രശ്നമില്ല, മോളെ ഒന്ന് കണ്ടാ മതി. ഇവർ ഈ മോളെ എന്ന് വിളിക്കുന്നത് നമ്മളെ സൂചിപ്പിക്കാനാന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ വിളിപ്പിച്ച് ഈ വ്യക്തി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഒടിയൻ സിനിമയുടെ ഡയറക്ടറും സെക്ഷലി എന്നെ അബ്യൂസ് ചെയ്ത ആളാണ്. അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോ തന്നെ.